അപകടത്തിൽപ്പെട്ട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചവരെ ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചവരെ ഇന്നലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ സ്വകാര്യ ആശുപത്രികൾ പണം ആവശ്യപ്പെടുന്നതായി രോഗികളുടെ ബന്ധുക്കൾ. ഒരു സ്വകാര്യ ആശുപത്രി പണം മുൻകൂർ ആവശ്യപ്പെട്ടെന്ന് രോഗികളുടെ ബന്ധു മൊയ്തീൻ പറഞ്ഞു. ഒരു ഏരിയ ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം പെട്ടെന്ന് എൻ്റെ 4 ആളുകളുണ്ട്. എൻ്റെ പെങ്ങളെ മകൻ്റെ ഭാര്യയും 2 കുട്ടികളും അവളുടെ ജ്യേഷ്ഠത്തിയും 2 കുട്ടികളും, അങ്ങനെ 4 പേരുണ്ടായിരുന്നു. ഇത് താമരശ്ശേരിയിൽ നിന്ന് ഓട്ടോറിക്ഷയും കാറുമായിട്ട് ഇടിച്ചതിൽ ആ അവസ്ഥയിൽ ഞങ്ങൾ പെട്ടെന്ന് ബേബിയിലേക്ക് എടുത്തു പോയി. ബേബി ചെന്നു. അതിപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊന്നും കിട്ടിയിട്ടില്ല. പിന്നീട് തുടർന്നുള്ള ആംബുലൻസിലേക്ക് ഇതാക്കി. ആംബുലൻസിൽ വന്നു. ബീച്ച് ഹോസ്പിറ്റലിലേക്കൊന്നും എത്തൂല. ഈ ഫൈഹ ബീച്ച് ഹോസ്പിറ്റലിലേക്കൊന്നും എത്തൂല. ഈ കാലിൻ്റെ തുടയിൽ പൊട്ടിയിട്ടുണ്ട്. മകളത് 2 പൊട്ടിയിട്ടുണ്ട്. ഈ മകളുടെ അമ്മയുടെ 1 പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി അന്നൊരു 3.5 ലക്ഷം ഉറുപ്പ്യ വേണമെന്ന് അപ്പോൾ ബേബിന്ന് ഞങ്ങൾ പറഞ്ഞത്. AK ലതീഷ് വിവരങ്ങൾ നൽകും. ലതീഷ്, അടിയന്തരമായ മാറ്റമുണ്ടാകേണ്ട സാഹചര്യത്തിലാണ്, ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് സ്വകാര്യ ആശുപത്രികളുടെ ഇടപെടൽ. ഈ ആരോപണം എങ്ങനെയാണ്, എന്താണ് അതിന്റെ അടിസ്ഥാനം? ഇന്നലെ താമരശ്ശേരിയിൽ വെച്ച് ഉണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ മൊയ്തീൻ പരിക്കേറ്റവരുടെ ബന്ധു മൊയ്തീനാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. മൊയ്തീന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് അടക്കം ഇത് ഞാൻ നേരത്തെ സൂചിച്ചതുപോലെ 30 പേരെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രികളിലേക്ക് രാത്രി മാറ്റിയിരുന്നു. ആ മാറ്റിയ ഒരു സ്വകാര്യ ആശുപത്രി അധികൃതരാണ് ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടു, പണം അടയ്ക്കണമെന്നുള്ള നിർദ്ദേശം നൽകി എന്നുള്ള രീതിയിൽ ബന്ധുവിന്റെ ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയാണ് മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ ഇക്കാര്യം പറഞ്ഞത്. എന്റെ സീറ്റ് ഉൾപ്പെടെ അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയാണ് ഇത്തരത്തിൽ പണം ആവശ്യപ്പെടുന്നത്. അക്കാര്യത്തിലെല്ലാം ഇനിയിപ്പോൾ ആരോഗ്യമന്ത്രി ഇവിടെ എത്തുന്ന മുറയ്ക്ക് ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വളരെ വേഗത്തിലാണ് ഇന്നലെ ആശുപത്രിയിൽ നിന്നും അത്യാസന്ന നിലയിലുള്ള രോഗികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്കും മാറ്റിയത്. അപ്പോൾ ആളുകളുടെ ജീവൻ രക്ഷിക്കുക എന്നത് തന്നെയാണ് പ്രാഥമികമായി ചെയ്യാൻ കഴിയുക. ആ നിലയിലുള്ള പ്രവർത്തനമാണ് ഇന്നലെ ഉണ്ടായത്. ഇതിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ആരെയും നിർബന്ധിച്ച് പറഞ്ഞിട്ടതല്ല. കാരണം അവർ അവരുടേതായ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം കൂടി കണക്കിലെടുത്തുകൊണ്ടുകൂടി തന്നെ പോയതാണ്. കാരണം ആരെയും സ്വകാര്യ ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല എന്ന് ഇന്നലെ തന്നെ ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നു. എന്നാൽ ആളുകൾ ഇവിടെ വന്ന ഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അവരുടെ ഇഷ്ടം കൂടി അനുസരിച്ച് പോയതാണ്. എങ്കിൽ പോലും ഇത്തരമൊരു സന്ദർഭത്തിൽ, ഇത്തരമൊരു സാഹചര്യത്തിൽ പോയ ആളുകളിൽ നിന്ന് വരെ ഇത്തരത്തിലുള്ള സ്വകാര്യ ആശുപത്രികൾ പണം ഈടാക്കാനുള്ള നടപടികൾ വേഗത്തിൽ സ്വീകരിക്കുന്നു എന്നത് വലിയ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഉൾപ്പെടെ പ്രതികരണം വൈകാതെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വനം മന്ത്രി AK ശശീന്ദ്രൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. കാഷ്വാലിറ്റി ഇന്നലെ അപകടം നടന്ന സ്ഥലം കണ്ടതിന് ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഇപ്പം തന്നെ പ്രതികരിക്കും. ഈ വിഷയം ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്താനാണ് സാധ്യത. എന്തായാലും ആരോഗ്യമന്ത്രിയും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. ഇവിടെ എത്തിച്ചേർന്ന് ഉദ്യോഗസ്ഥരുമായി ഉൾപ്പെടെ ആശുപത്രി അധികൃതരുമായി ഉൾപ്പെടെ സംസാരിച്ച ശേഷമായിരിക്കും പുറത്ത് ചികിത്സയിൽ കഴിയുന്നവരുടെ കാര്യത്തിലുള്ള തീരുമാനമെടുക്കുക. മഹാഭൂരിപക്ഷം പേരും ഇവിടെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അല്പസമയം മുമ്പ് ഒരു അടിയന്തര യോഗം കോളേജ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ആ യോഗം അവസാനിച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ വന്നിരിക്കുന്നത് എന്നത് വിവരങ്ങളുണ്ടോ? യോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് മേഘ വിശദീകരിക്കും. മേഘ യോഗം നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. യോഗത്തിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ സംബന്ധിച്ച് തീരുമാനം നേരത്തെ തന്നെ രാവിലെ തന്നെ വന്നിരുന്നു. യോഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും അടിയന്തരമായി കാഷ്വാലിറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ സജ്ജീകരിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വനം മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ശരി, സ്വകാര്യ ആശുപത്രികൾക്കെതിരെയുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത്.